ഇന്ന് ബിഗ് ബോസ് ഒരു കിടില മോർണിംഗ് ആക്ടിവിറ്റി കൊടുത്തിരുന്നല്ലോ. ബിഗ് ബോസ് വീട്ടിൽ പി ആർ ഉണ്ടായിട്ട് നിൽക്കുന്നതും പി ആർ ഇല്ലാതെ സ്വന്തം കഴിവിൽ നിൽക്കുന്നതും ആരൊക്കെയെന്നുള്ളത് ഇത് കുടുംബാംഗങ്ങളോട് ചോദിച്ച ചോദ്യമാണ്. അതിൽ ഏറ്റവും കൂടുതൽ പേര് വന്നിരിക്കുന്നത് അനുമോളുടെ പേരാണ്. കൂടാതെ പി ആർ ഇല്ലാണ്ട് കളിക്കുന്ന ഇന്ന് കുറച്ച് പേരുണ്ട്. നമുക്ക് ആരൊക്കെയാന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഓരോരുത്തർ പറഞ്ഞിരിക്കുന്നത്, അതായത് ഷാനവാസ്, അനീഷ്, ലക്ഷ്മി, അക്ബർ, ആര്യൻ, നെവിൻ, സാബുമാൻ, ബിന്നി ഇവരൊക്കെ പറഞ്ഞിരിക്കുന്നത് അനുമോളെയാണ്. അനുമോൾക്കാണ് പി ആർ ഉള്ളതെന്ന്. അനുമോൾ പറഞ്ഞിരിക്കുന്നത് ബിന്നിക്കുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ നൂറയും ആദിലയും പറയുന്നത് ലക്ഷ്മിക്കാണ് പി ആർ ഉള്ളതെന്ന്. അതൊക്കെ ഒരു ഊഹാപോഹത്തിൻ്റെ പേരിൽ പറയുന്നതാണ് കേട്ടോ. എന്നാൽ പി ആർ ഇല്ലാതെ കളിച്ച് വരുന്ന കുറച്ച് പേരുണ്ട്. അനീഷ്, അതുപോലെ നെവിൻ, നൂറ, ആദില. പി ആർ ഇല്ല. പി ആർ ഒരു തരത്തിലുള്ള കാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. പി ആർ വെച്ചിട്ട് കളിച്ച് വരുന്നത് എൻ്റെ ഒരു അറിവിൽ അനുമോൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പി ആർ ഉണ്ട്. ഒരു കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട്. 16 ലക്ഷത്തോളം അനുമോൾ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. അതുപോലെ അഡ്വാൻസ് ആണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എമൗണ്ട് അത് കഴിഞ്ഞിട്ടേ കൊടുക്കുള്ളൂ. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന പല കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു, അവരും കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പുറത്തായിപ്പോയി. ഇവരെല്ലാവരും ഒരു കമ്പനിക്കാണ് അല്ലെങ്കിൽ ഒരു ടീമിനാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് അറിയാം ആരൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന്. അതുപോലെ ബിന്നി കൊടുത്തിട്ടുണ്ട് പി ആറിന്, അക്ബർ കൊടുത്തിട്ടുണ്ട് പി ആറിന്, ആര്യൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ വീട്ടിലുള്ളവർ ഈ 4 പേരാണ് പി ആർ കൊടുത്തിട്ട് വീട്ടിൽ നിൽക്കുന്നവർ. അക്ബർ, ബിന്നി, അനുമോള്, ആര്യൻ ഇവരുടെയൊക്കെ പേരിലാണ് കേട്ടോ പറഞ്ഞു വരുന്നത്. ആണ് പി ആറിൻ്റെ ബലത്തിൽ വീട്ടിൽ നിന്നു പോകുന്നത്. എന്നാൽ പി ആർ ഒന്നും ഇല്ലാണ്ട് കഷ്ടപ്പെട്ട് കളിക്കുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ. ആ കാര്യത്തിൽ അനീഷിൻ്റെ പേര് എടുത്തു പറയണം. അനീഷിന് പി ആർ ഇല്ലാണ്ട് കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ്. അനീഷ് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ്, പി ആറോ എന്നൊക്കെ പറഞ്ഞിട്ട്. ഡെയിലി എമൗണ്ടിൽ അനീഷിനൊക്കെ വളരെ കുറഞ്ഞൊരു എമൗണ്ടാണ് കിട്ടുന്നത്. കമ്പാരിറ്റീവ്ലി ഇവരെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അനീഷിന് കുറഞ്ഞൊരു എമൗണ്ടാണ് കിട്ടുന്നത്. പക്ഷേ കണ്ടൻറ്റ് തരുന്നതും കളിക്കുന്നതും പി ആർ ഒക്കെ ഇല്ലാണ്ട് നിൽക്കുന്നത് അനീഷാണെന്ന് പറയുന്നു. പി ആർ ഇല്ലായിരിക്കും. അനീഷിന് പി ആർ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ അനീഷിൻ്റെ കളി ഇഷ്ടപ്പെട്ട് ഒരുപാട് പ്രേക്ഷകരുണ്ട്, കുടുംബ പ്രേക്ഷകരുണ്ട്. അവരൊന്നും പി ആർ ആണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ബിന്നിക്കൊക്കെ പി ആർ ഉണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കേട്ടോ. ബിന്നിയൊക്കെ പി ആർ കൊണ്ട് മാത്രം നിന്നു പോകുന്ന കണ്ടസ്റ്റൻ്റ് ആണ്. അതിന് പി ആർ ഇല്ലാണ്ട് കളിക്കുന്ന കുറച്ച് പേരുണ്ട്. ആ കൂട്ടത്തിൽ അനീഷ് ഉണ്ട്, നെവിൻ ഉണ്ട്, ആദിലുണ്ട്, നൂറയുണ്ട്. ലക്ഷ്മിക്കും പി ആർ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ബാക്കിയൊക്കെ പി ആർ വെച്ചിട്ട് വരാനാണ് സാധ്യത. പി ആർ വെച്ചിട്ട് വരുന്നത് അത്ര തെറ്റായിട്ടൊന്നും പറയുന്നില്ല. അവരുടെ പൈസ ഉണ്ടെങ്കിൽ അവർ കൊടുക്കട്ടെ, അത് അവരുടെ ഇഷ്ടം. പക്ഷേ അതിന് എന്തെങ്കിലും വീട്ടിൽ കളിക്കുകയും കൂടി വേണ്ടേ? കളിക്കാണ്ട് പി ആറിൻ്റെ ബലത്തിൽ മാത്രം നിന്ന് പോകുന്നവരെ ആദ്യം പിടിച്ച് പുറത്താക്കണ്ടേ? വീട്ടിൽ ഇതൊരു ചർച്ചയായിട്ടുണ്ട്. ബിഗ് ബോസ് അതൊരു തീരുമാനം ഉണ്ടാവും. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്ന കാര്യത്തിൽ സംശയമില്ല. ഈ ഒരു ഡിസ്കഷനിൽ ഈ 16 ലക്ഷം എന്ന് പറയുന്ന ഒരു കൗണ്ടാണ് അനുമോളെ അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ഞെട്ടിച്ചിരിക്കുന്നത്. ഈ ടീം എല്ലാവരോടും ഒരു എമൗണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും എല്ലാവരും ഞെട്ടലുണ്ടാക്കുമല്ലോ. ഈ എമൗണ്ട് എങ്ങനെ അറിഞ്ഞു എന്നാണ് അനുമോള് ബിന്നി എടുത്ത് ചോദിക്കുന്നത്. ബിന്നിയും 16 കൊടുത്തിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കൊടുക്കാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ടാവുക. ഒരു ടാസ്കോട് കൂടി കള്ളത്തരങ്ങളൊക്കെ പൊളിഞ്ഞിരിക്കുകയാണ്. പി ആർ ടീമിനെ തുറന്ന് കാണിച്ചുകൊണ്ട് ഇതാ ബിഗ് ബോസ് എത്തിയിരിക്കുന്നു. ഇനി എന്തൊക്കെ കാണണോ എല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.